ടീച്ചേഴ്സ് ടിപ്സ് ടൂളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 8335 ഡിവൈഡ് ബൈ 47, അതായത് 4 ഡിജിറ്റ് നമ്പറിന് 2 ഡിജിറ്റ് ഡിവൈസറോട് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇപ്പം നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ റോഡ് കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ റോഡ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമുക്കറിയാം, നമ്പർ ഓഫ് ഡിജിറ്റ് ഓഫ് ഡിവിഡൻറ്റ് മൈനസ്, അതായത് ഇതാണ് നമ്മുടെ ഡിവിഡൻറ്റ്, നമ്പർ ഓഫ് ഡിജിറ്റ് ഓഫ് ഡിവൈസർ -1, അതായത് ഇതിന് എത്ര ഡിജിറ്റ് ഉണ്ടോ മൈനസ് ഇതിൻ്റെ ഡിജിറ്റ്, കിട്ടിയ ആൻസർ ഒന്ന് 1 ലെസ് ചെയ്യണം. അപ്പോൾ ഇത് 4 ഡിജിറ്റാണ്, 4 മൈനസ് ഇത് 2 ഡിജിറ്റാണ്, 2 -1 ചെയ്യണം. 4 - 2 2 ആണ്, 2 - 1 1 ആണ്. അതായത് ഫസ്റ്റ് റോഡിലായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് റോഡ് എന്ന് പറയുന്നത് ഇതാണ് ഫസ്റ്റ് റോഡ്, ഇത് 0 റോഡ് അങ്ങനെ വരാം. അപ്പോൾ ഫസ്റ്റ് റോഡിൽ ക്വസ്റ്റ്യൻ പ്ലേസ് പറയുന്നത് ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്ത് തുടങ്ങണം. ഇവിടെ 8, ഇവിടെ 3 3 5. ഇനി നമുക്ക് നോക്കേണ്ടത് ആൻസർ റോഡ് എവിടെ നിന്നാണ് ആൻസർ ചെയ്യേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് ആൻസർ റോഡ് കണ്ടുപിടിക്കണം. ആൻസർ റോഡ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഈ ആദ്യത്തെ 2 ഡിജിറ്റ് കമ്പയർ ചെയ്യുക. ഡിവൈസറിനാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഡിവൈസറിനേക്കാൾ വലുതാണെങ്കിൽ ജമ്പ് ചെയ്യണം, ഈക്വൽ ആണെങ്കിൽ ജമ്പ് ചെയ്യണം. ഡിവൈസറിനേക്കാൾ ചെറുതാണെങ്കിൽ മാത്രമേ ജമ്പ് ചെയ്യാതിരിക്കേണ്ടൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഡിവൈസറിൻ്റെ ഡിജിറ്റിനേക്കാൾ വലുതാണ് ഡിവിഡൻറ്റിൻ്റെ ആദ്യത്തെ ഡിജിറ്റ്, അതുകൊണ്ട് എന്തായാലും ജമ്പ് ചെയ്യണം. ജമ്പ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ റോഡിൻ്റെ തൊട്ടടുത്തായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ആൻസർ പ്ലേസ് ചെയ്യാൻ പാടില്ല. ഒരു റോഡ് മാറിയിട്ടായിരിക്കണം ആൻസർ പ്ലേസ് ചെയ്ത് തുടങ്ങേണ്ടത്. അതായത് നമുക്കറിയാം ഇതാണ് നമ്മുടെ ആൻസർ റോഡ്. ഒരു റോഡ് ജമ്പ് ചെയ്യാൻ ഇതാണ് ആൻസർ റോഡ് വരിക. ആൻസർ റോഡ് ഏതാണ് കിട്ടിയത്, ആൻസർ റോഡ് കിട്ടിയാൽ അതിന് തൊട്ടടുത്തുള്ള 2 റോഡായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ റോഡായിട്ട് വരാം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ റോഡിലെ നമ്പർ 08 ആണ്. ഈ 8ൽ 4 എത്ര ടൈംസ് എന്നാണ് ചെക്ക് ചെയ്യുക. നമ്മൾ ഡിവൈസിൻ്റെ ഓരോ ഡിജിറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. പക്ഷേ ആദ്യത്തെ ഡിജിറ്റിനെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ 4 ഇതിൽ എത്ര ടൈംസിനാണ് ചെക്ക് ചെയ്യുക. നമുക്കറിയാം 2 ടൈംസ് ആണെന്നറിയാം. അപ്പോൾ 2 കൊടുത്ത് 2 ഇവിടെ നമ്മൾ ആൻസർ റോഡിൽ പ്ലേസ് ചെയ്തു. പിന്നെ ഈ 2നെ 4 കൊണ്ട് എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ. അപ്പോൾ 2 × 4 8 ആണ്. 8 മീൻസ് 08 ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 08 ഇവിടെ നമ്മൾ ഇവിടെ 0 ഇവിടെ 8 ലെസ് ചെയ്തു. എവിടെയാണോ എൻഡ് ചെയ്യുന്നത് അതും തൊട്ടടുത്ത റോഡ് എന്തായി മാറും, ക്വസ്റ്റ്യൻ റോഡായിട്ട് മാറും. അപ്പോൾ ഇനി നമുക്കുള്ളത് 03 ആണ്. പക്ഷെ നമുക്കിനി വേണ്ടത് എന്താ, ഈ ആൻസറുള്ള നമ്പറിനാ ഡിവൈസറിൻ്റെ സെക്കൻഡ് ഡിജിറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം നമ്മൾ 4നെ പരിഗണിച്ചാൽ അതുപോലെ 7നെയും പരിഗണിക്കണം. എത്ര ഡിജിറ്റ് ഉണ്ടോ അത്ര ഡിജിറ്റിനെ നമ്മൾ ഇതിനും പരിഗണിക്കണം. അപ്പോൾ 2 × 7 എന്ന് പറയുമ്പോൾ 14 ആണ്. 14 എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈ 3 ലെസ് ചെയ്യാൻ പറ്റില്ല. 3 നമുക്ക് 14 ലെസ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ മതിയായ നമ്പേഴ്സ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ റോഡിൽ നിന്ന് 1 ലെസ് ചെയ്യുക. ഒരു റോഡ് റൈറ്റിലേക്ക് ജമ്പ് ചെയ്തിട്ട് ഡിവൈസിൻ്റെ ആദ്യത്തെ ഡിജിറ്റ് എന്താണോ അത് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവിടെ നമുക്ക് 4 ആഡ് ചെയ്ത് കൊടുത്തു. 4 ആഡ് ചെയ്ത് കൊടുത്തരും നമുക്കിപ്പോൾ ഇവിടെ വരുന്ന നമ്പർ 43 ആയി മാറി. പക്ഷെ നമ്മൾ ആൻസർ റോഡിൽ എത്ര ഇനി ബീറ്റ്സ് വരുന്നത് 1 ആണ്. ഈ 1നെ 7നെ കൊണ്ടാണ് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 7 7 ആണ്. നമുക്ക് എന്തെങ്കിലും ഇവിടുന്ന് 7 ലെസ് ചെയ്യണം. 7 ലെസ് ചെയ്യാനുള്ള ഇക്വേഷൻ ഡയറക്റ്റ് ഇവിടെ നമുക്ക് 7 ലെസ് ചെയ്യാൻ പറ്റില്ല. 0 7 ലെസ് ചെയ്യേണ്ടത്. ഇവിടെ 7 ലെസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്കറിയാം പിന്നെ ബിഗ് ഫ്രണ്ട് ഇക്വേഷൻ +10 ആഡ് 3 ചെയ്യാം. അപ്പോൾ +10 ചെയ്യാം, ആഡ് 3 ചെയ്യേണ്ട ഇക്വേഷൻ ആഡ് 5 ലെസ് 2. ഇവിടെ നമ്മൾ എൻഡ് ചെയ്തു. പക്ഷേ ഇനി നോക്കാം, ഇനി നമ്മൾ ഡിവൈസിൻ്റെ ആദ്യത്തെ ഡിജിറ്റിനെയും പരിഗണിച്ചിട്ടുണ്ട്, രണ്ടാമത്തെ ഡിജിറ്റിനെയും പരിഗണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ആയി. പിന്നെ സെക്കൻഡ് സ്റ്റേജിൽ നിന്ന് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്കറിയാം ക്വസ്റ്റ്യൻ റോഡിൽ എത്ര ക്വസ്റ്റ്യൻ ലെഫ്റ്റ് ചെയ്ത് നോക്കണം. 3 6 3 5 ആണ്. അതായത് 3 6 3 5 എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ റോഡിൽ ഇനി ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ നോക്കുക, ഈ 47 ഡിവൈസറിനേക്കാൾ വലുതാണ് 3635 എന്നുള്ള നമ്പർ, അതായത് 3635 എന്നുള്ള നമ്പർ 47നേക്കാൾ വലുതായതുകൊണ്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈസറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മുടെ ടൂളിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ റോഡ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ആൻസർ റോഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ സെയിം പറഞ്ഞത് ആദ്യത്തെ ഡിജിറ്റ് തമ്മിൽ കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമുക്കിവിടെ നോക്കിയേ 4നേക്കാൾ ചെറുതാണ് 3. ചെറിയ ഡിവൈസറിനേക്കാൾ ചെറുതായിട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യില്ല, ജമ്പ് ചെയ്യില്ല. അതായത് തൊട്ടടുത്ത് തന്നെ ക്വസ്റ്റ്യൻ റോഡ് എവിടെയാണോ ഉള്ളത് അതിന് തൊട്ടടുത്ത റോഡിൽ നിന്ന് എന്ത് ചെയ്യും, ആൻസർ പ്ലേസ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ റോഡായിട്ട് കിട്ടിയത്. ആൻസർ റോഡ് നേരത്തെ പറഞ്ഞു, ആൻസർ റോഡ് എന്താണ് കിട്ടിയത്, അതിൻ്റെ തൊട്ടടുത്തുള്ള 2 റോഡായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ റോഡ്. അപ്പോൾ ക്വസ്റ്റ്യൻ റോഡ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നോക്കാം, അതിലെത്ര നമ്പർ വരുന്നത് 36 ആണ്. 36ൽ ഈ 4 എത്ര ടൈംസിനാണ് ചെക്ക് ചെയ്യാം. നമുക്കറിയാം 9 4s are 36 ആണ്. 9 4s are 36. ഇവിടെ എൻഡ് ചെയ്തു. ഇനി ഇതും നമ്മൾ ക്വസ്റ്റ്യൻ റോഡായി മാറി. അതായത് 03 ആണുള്ളത്. പക്ഷെ നോക്കാം, ഈ 9നെ 7 കൊണ്ടു
എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മൾ ഡിവൈസിൻ്റെ ഫസ്റ്റ് ഡിജിറ്റിനെ പരിഗണിച്ച് സെക്കൻഡ് ഡിജിറ്റിനെ പരിഗണിക്കുന്ന സമയത്ത് 9 to 7 63 ആണ്. നമുക്ക് 63 ഉണ്ടോ നോക്കാം. ഇവിടെ നമുക്ക് 03 മാത്രമേ, അപ്പോൾ 63 ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം, മതിയായ നമ്പർ ഇല്ലെങ്കിൽ റീസ്റ്റോറേഷൻ, അതായത് 1 ലെസ് ചെയ്യണം, ഓരോട് റൈറ്റിലേക്ക് ജമ്പ് ചെയ്യുക. ഡിവൈസിൻ്റെ ആദ്യത്തെ ഡിജിറ്റ് 4 ആയതുകൊണ്ട് 4 എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഇനി നോക്കുക 43 ആയി മാറി. നമ്മൾ ക്വസ്റ്റ്യൻ റോഡിലെ നമ്പർ 43 ആയി മാറി. പക്ഷെ നോക്കുക ആൻസർ റോഡിൽ എന്തായി മാറി, 8. ഇനി ഈ 8നെയാണ് എന്ത് ചെയ്യേണ്ടത്, 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 8 7s are 56 ആണ്. 56 ഇവിടെ ഇല്ല, 43 ആണ്. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, റീസ്റ്റോറേഷൻ ചെയ്യണം. റീസ്റ്റോറേഷൻ ചെയ്യുന്ന പറയുന്നത് ഇവിടുന്ന് 1 പ്ലസ് ചെയ്യുക, ഒരു റൈറ്റിലേക്ക് ജമ്പ് ചെയ്യുക, ഇവിടെ 4 ആഡ് ചെയ്യണം. 4 ഡയറക്റ്റ് ആഡ് ചെയ്യാൻ പറ്റില്ല, ആഡ് 5 ലെസ് 1 ചെയ്താൽ മതി. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ വന്നത് 83 മാറി, 83 ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യണം, 7 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 7 into 7 49 ആണ്. അപ്പോൾ ഇവിടുന്ന് 4ഉം ഇവിടുന്ന് 9 ലെസ് ചെയ്യണം. 4 ലെസ് ചെയ്യാൻ ലെസ് 5 ആഡ് 1 ചെയ്താൽ മതി. ഇനി 9 ലെസ് ചെയ്യാൻ നമുക്കിവിടെ ഡയറക്റ്റ് ലെസ് ചെയ്യാൻ പറ്റുമ്പോൾ ലെസ് 10 ആഡ് 1. അപ്പോൾ നമുക്കിനി വരുന്നത് ക്വസ്റ്റ്യൻ പറയുന്നത്, നമ്മളിപ്പോൾ 4നെയും 7നെയും പരിഗണിച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി വരുന്ന ക്വസ്റ്റ്യൻ എത്രയാണ്, 3 4 5 ആണ്. അതായത് 345 ആണ് ഇനി നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ. 345ന് നേരത്തെ ക്വസ്റ്റ്യൻ ഓൾറെഡി പ്ലേസ് ചെയ്യുന്ന ആൻസറോട് കണ്ടുപിടിക്കണം. നമുക്ക് സെയിം നോക്കിയാൽ ഇവിടെ 4 ആണ്, 3 ആണ്. ചെറുതായതുകൊണ്ട് ജമ്പ് ചെയ്യേണ്ട, തൊട്ടടുത്ത് നിന്ന് എന്ത് ചെയ്യണം, ആൻസർ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ റോഡ് കിട്ടിയാൽ ഇനി ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ റോഡ്. അപ്പോൾ ഇവിടെ 34 ഉണ്ട്. 34ൽ 4 എത്ര ടൈംസ് നോക്കാം. നമുക്കറിയാം 8 4s are 32 ആണ്, 9 4s are 36 ആണ്. പക്ഷേ 36 ഇല്ല, 34 മാത്രമേ. നമുക്ക് 8 4s are 32. അപ്പോൾ ഇവിടുന്ന് 3യും ഇവിടുന്ന് 2 ലെസ് ചെയ്യണം. ഇനി ഇവിടുന്ന് എൻ്റെ ചെയ്തുകൊണ്ട് ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ റോഡായി മാറി. 25ൽ 25 എന്നുണ്ട്. പക്ഷേ നമുക്ക് തന്നെ 8നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ. 8 7s are 56 ആണ്. 56 ഇല്ല, നമുക്ക് ഉള്ളത് 25 മാത്രമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റീസ്റ്റോറേഷൻ ചെയ്യണം. 1 ലെസ് ചെയ്യുക, ഓരോട് റൈറ്റിലേക്ക് ജമ്പ് ചെയ്യുക. ഇവിടെ 4 ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ടില്ല. അപ്പോൾ സ്മോൾ ഫ്രണ്ട് ഇക്വേഷൻ ആഡ് 5 ലെസ് 1, ഇവിടെ 4 ആഡ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ റോഡിൽ വരുന്ന നമ്പർ 65 ആണുള്ളത്. പക്ഷെ നമുക്ക് എന്താണ്, ഈ 7 ആണ് എന്ത് വേണ്ടത്, 7 കൊണ്ട് മൾട്ടിപ്ലൈ. 7 into 7 49 ആണ്. അപ്പോൾ ഇവിടുന്ന് 4ഉം ഇവിടുന്ന് 9 ലെസ് ചെയ്യണം. 4 ഡയറക്റ്റ് ലെസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്മോൾ ഫ്രണ്ട് ഇക്വേഷൻ ലെസ് 5 ആഡ് 1. ഇവിടെ 9 ലെസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ലെസ് 10 ആഡ് 1. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ കിട്ടിയത് നോക്കാം. നമ്മൾ ഈ 2 ഡിജിറ്റിനെയും പരിഗണിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരുന്നത് എത്രയാണ്, 16 ആണ്. 16 എന്ന് പറയുന്നത് നമുക്ക് 47നേക്കാൾ ചെറുതാണ്. 47നേക്കാൾ ചെറുതായതുകൊണ്ട് ഡിവൈസിനേക്കാൾ എപ്പോൾ ചെറിയ നമ്പർ ക്വസ്റ്റ്യൻ റോഡിൽ വരുന്നോ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, 2 ഡിജിറ്റിനെയും പരിഗണിച്ചതിന് ശേഷം ഡിവൈസിനേക്കാൾ ക്വസ്റ്റ്യൻ നമ്മുടെ ബാക്കി വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ഡിവൈസിനേക്കാൾ ചെറുതാണെങ്കിൽ, അതായത് 47നേക്കാൾ ചെറുതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. 2 കേസിലാണ് ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യാം. ഒന്ന് ഡിവൈസിനേക്കാൾ ചെറിയ നമ്പറായിട്ട് മാറണം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ റോഡിൽ ക്വസ്റ്റ്യൻ ഉണ്ടാകാൻ പാടില്ല. നമുക്ക് 16ൽ ചെറുതായതുകൊണ്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ നോക്കാം. 177 റിമൈൻഡർ ഇവിടുന്ന് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യണം. 1 6 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 177 റിമൈൻഡർ 16 ആണ്. താങ്ക് യു.